90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനേ മോൻ അറിയാതെ ഒരു വലിയ സംഭവമാണ് ഈ സ്റ്റേജിൽ. നിനക്കഭിനന്ദനം. ആക്ച്വലി MSV സാറിന്റെ ഒരു കുട്ടി രൂപം വന്നിട്ട് ഇത് പെർഫോം ചെയ്ത് പോയതുപോലെ തോന്നി. ഈ പാട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞു കിടക്കും. കാണാൻ വളരെ ചാമിങ് ആയിരുന്നു. ടോട്ടാലിറ്റിയിൽ നല്ലൊരു പ്ലീസിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഷോപ്പിംഗ് മോൾ ഇതങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ട് പിന്നെ സംസാരിക്കാം നമുക്ക്. അതായത് ഞാനൊരു കാര്യം പറഞ്ഞു. വട്ടാണ് സർഗവൈഭവങ്ങളുടെ സംഗമവേദിയിലേക്ക് കുഞ്ഞുപാട്ടിന്റെ സ്നേഹക്കൂട്ടിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ലവേഴ്സ് ടോപ്പ് സിംഗർ വെൽനസ് പാർട്ട്ണർ ന്യൂട്രി MGF കോ പവർഡ് ബൈ ഡാസ്ലെ എറ്റേന റേഞ്ച് ഓഫ് കോസ്മെറ്റിക്സ് ബോണ വൈറ്റ് അവതരിപ്പിക്കുന്ന ആൻഡി വാഷ് ഫ്രം ചേനാട് ഗ്രൂപ്പ് GRB നെയ്യ് പങ്കജ കസ്തൂരി ആൻഡി സെഡ് ലിക്വിഡ് ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് ഹീൽ ആൻഡ് വെൽനസ് പാർട്ട്ണർ HHM പ്യുർ. പാട്ടിന്റെ അരങ്ങിൽ സ്നേഹ നിറവേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ. പാട്ടിന്റെ മധുരമഴയിൽ കുഞ്ഞു പാട്ടിന്റെ നറുമധുരം പകരാൻ കോഴിക്കോട്ട് നിന്നും അമൃതവർഷിണി എത്തുന്നു. വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ധാവണിയെ കൊടുത്തു വന്നിരിക്കണേ പെർഫോമൻസ് റൗണ്ട് ആണോ? ഏത് പാട്ടാ മോളെ? മാമഴയിലെ രാജാ സാറിന്റെ മ്യൂസിക് അല്ലേ? രാജാ സാറിന്റെയോ? M ജയചന്ദ്രൻ സാർ. ആ ശരി. ഇതിന്റെ മെയിൽ വെർഷൻ ഞാനാ പാടിയിട്ടുള്ളത്. കേട്ടിട്ടുണ്ട് സാർ. ഓ കേട്ടിരിക്കണോ? ഓൾ ദ ബെസ്റ്റ് മോളെ, ഓൾ ദ ബെസ്റ്റ്. കുടവുമായി കാ തളയും
അമൃതു, എന്തോ എന്താണ് അമൃതം പോലെ ഇരുന്നല്ലേ ഇത്? ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. കാരണം ഇതിനകത്ത് ഈ അക്ഷരത്തിന്റെ കട്ടിങ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കട്ടിങ് ആണ്. ടാ 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 ടാ. അങ്ങനെ വരുമ്പോഴത്തേക്ക് പാടാൻ വളരെ ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ നോക്കിയില്ലെങ്കിൽ തെറ്റിപ്പോവും. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എവിടെയെങ്കിലും തെറ്റുമോ എന്ന്. കാരണം അക്ഷരങ്ങൾ പക്ഷെ കറക്റ്റായിരുന്നു, അക്ഷരങ്ങളെല്ലാം കറക്റ്റായിട്ട് പാടി. മോടെ ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചെറുതാണെങ്കിലും നന്നായിരുന്നു മോളെ, താങ്ക് യു സർ. ഗംഭീരമായിരുന്നു. അതുപോലെ ഡാൻസേഴ്സിന്റെ കോറിയോഗ്രാഫി സൂപ്പർ, പറയാതിരിക്കാൻ പറ്റും. ഇതിന്റെ വിഷ്വലും നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനെ കുങ്കുമമൊക്കെ തെറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എം ജയചന്ദ്രനാണ് ഇതിന്റെ സംഗീതം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് എൻ്റെ ലിറിക്സ്. അപ്പം അങ്ങനെ ഒരു നല്ല പാട്ടെടുത്ത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരു നല്ലൊരു ട്രീറ്റ് അമൃതവർഷിണി ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നു. ഈ 12K വിസ്താര എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾക്ക് വിചാരിച്ചത് ഇനി മേലാൽ സെറ്റ് എന്നുള്ള പരിപാടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ 12K വിസ്താരയുടെ ഇത്രയും വിസ്തരിച്ചുള്ളൊരു സ്ക്രീനിൻ്റെ കൂടെ സെറ്റും കൂടി വന്ന് ഡാൻസേഴ്സും കൂടി വരുമ്പോൾ മനസ്സിലായി ഇത് അടുത്ത ലെവല് പിടിക്കാനായിട്ട് രണ്ടും കൂടി ചേർത്തിട്ടിരിക്കുക എന്ന് മനസ്സിലായി. അതിന് ഫ്ലാസിന് വലിയൊരു കൈയടി. പിന്നെ സ്പെഷ്യൽ മെൻഷൻ ഒരു കോമഡി ഇവിടെ നടന്നു. അനുപല്ലവി തുടങ്ങി 2 ലൈൻ കഴിയുമ്പം നിഖിൽ ഫ്ലൂട്ട് വായിക്കുന്ന ഞാൻ നിഖിലിനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ട് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ പുള്ളിക്ക് ബിസ്ക്കറ്റും കഴിക്കണം. ആ സമയത്ത് അതൊരു ഫ്ലൂട്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചൊരു ബിസ്ക്കറ്റ് കഴിക്കാതെ എന്ത് ഫ്ലൂട്ടായിരുന്നു അത്? ഒക്കറീന തന്നെയാണ് വായിച്ചത് അല്ലേ? അതെന്തായാലും നല്ല എന്താ പറഞ്ഞ ഭയങ്കര ഒരു കൗതുകം ഉണ്ടായിരുന്നത്. ആ ലൈൻ എന്താണ് ഫസ്റ്റ് അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ? ബിസ്ക്കറ്റ് എടുത്തു. ശരിക്കും വിചാരിക്കും എന്തൊരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാന്നല്ലേ. ഉള്ളത് മോള് ബൈഹാർട്ട് പഠിച്ച് വന്നതാണെങ്കിൽ കൂടെ കാണാൻ വളരെ ചാമിങ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. ടോട്ടാലിറ്റിയിൽ നല്ലൊരു പ്ലീസിങ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. അമൃതവർഷിണി അമൃതവർഷിണി അമൃതവർഷിണി. ദീപു ഞെട്ടിയില്ലേ? ഇപ്പൊ ഞാൻ ഞെട്ടാറില്ല. അമൃതവർഷിണി വരുമ്പോ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ രാഗം പാടുന്നു. എന്തായാലും ഈ വേഷം എല്ലാം കലക്കി, പാട്ടും നന്നായിരുന്നു. ഈ പാട്ട് അങ്ങനെ വളരെ എളുപ്പമല്ല പാടാൻ, പ്രത്യേകിച്ച് ഒരു സ്റ്റേജിൽ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ചെറിയ ആക്ഷൻ ആണെങ്കിൽ അത് നന്നായിരുന്നു ഡാൻസ് ചെയ്തപ്പോൾ കേട്ടോ. എന്നാൽ കുറച്ചും കൂടി ആവാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ നന്നായിട്ട് പാടി മോള്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈസി ആയിട്ടുള്ള പാട്ടല്ല അത്. മാക്സിമം ഈ പ്രായത്തിൽ എങ്ങനെ പാടണമോ നന്നായിട്ട് പാടാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പാടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സാധാരണഗതിയിൽ കണ്ടസ്റ്റൻസ് പാടുമ്പം ഇതിൻ്റെ ലിറിക്സ് ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് വെച്ചൊന്ന് വായിക്കും ആദ്യം. അപ്പോൾ എനിക്ക് പരിചയമുള്ള പാട്ടായിരിക്കും. പക്ഷേ ഈ പാട്ട് ഏത് തരത്തിൽ നോക്കിയിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം മോള് ഒന്ന് പാടിയപ്പോഴാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്നുള്ളത് കാര്യം. അപ്പോഴാണ് മധുവങ്കിൾ പറഞ്ഞത് ഇതങ്ങനെ പാടാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പാട്ടല്ല, കുറച്ച് പ്രയാസമുള്ളൊരു പാട്ടായതുകൊണ്ടായിരിക്കണം ഗാനമേളക്കാരൊന്നും അങ്ങനെ എടുത്തങ്ങോട്ട് പെരുമാറിയിട്ടില്ല ഇത്. അപ്പോൾ അത് ഒരു ഫ്രഷായിട്ട് കേൾക്കുന്നത് പോലുള്ള ഒരു സുഖം ഉണ്ടായി. മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് ബാക്കിലുണ്ടായിരുന്നു. ഈ പടത്തിലെ ഹീറോയിൻ എന്ന് പറഞ്ഞ രംഭയാണ്. 8 രംഭമാരായിരുന്നു മോളുടെ ബാക്കിൽ നിന്ന് ഡാൻസ് ചെയ്തത്. 8 രംഭമാർ വന്നു. രംഭയിലേക്ക് എൻ്റെ ആ ഒരു ഓർമ്മയങ്ങ് പോയി. കൗതുകമുള്ള ഒരു ഗ്രാഫാണ് രംഭയുടെ. രംഭ ഒരു ആന്ധ്രാപ്രദേശിലുള്ള ഒരു തെലുങ്കത്തി പെൺകുട്ടിയാണ്. അപ്പോൾ സാധാരണ അതിൽ തെലുങ്കിലൊക്കെ ഉള്ളവർ വലിയ സ്റ്റാർ ആയതിനു ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നത്, സാധാരണ, എല്ലാവരും അല്ല. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് എവിടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ സോഴ്സ് ഉണ്ടാവുന്നതെന്നുള്ളത് വളരെ കൗതുകമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂളിൽ ഒരു അമ്മൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദേവിയുടെ ഒരു വേഷം അഭിനയിച്ചു. സാധാരണഗതിയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു അമ്മനായിട്ട് അഭിനയിച്ചു, തീർന്നു.
എന്നാൽ ആ സമയത്ത് അത് കാണാൻ വേണ്ടി ഹരിഹരൻ സാറുണ്ടായിരുന്നു. അപ്പോൾ ഹരിഹരൻ സാറ് ഒരു ഗസ്റ്റായിട്ട് വന്നിട്ട് അമ്മനെ ഒന്ന് താല്പര്യം വന്നു, ഈ കുട്ടിക്ക് എന്തോ ഒന്നുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലിട്ട് ആരുടെ പറഞ്ഞില്ല. കുറെ കൊല്ലത്തിന് ശേഷം സർഗം എന്ന് പറഞ്ഞ പടം എടുക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് അമ്മൻ മനസ്സിൽ വന്നു. അപ്പം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അമൃത എന്ന പേര് ഇട്ടിട്ട് ഈ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നൊരു പോക്കായിരുന്നു. 7 ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പർ ഡൂപ്പർ ഹീറോസിന്റെ കൂടെ. അങ്കിളിന്റെ കൂടെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും വലിയ ഒരു ആക്ട്രസ് ആണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചില നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പരിവാരങ്ങൾ 7 പേര് കൂടെ വരുന്നു, അധികം സംസാരിക്കത്തില്ല, ക്യാരവണിനകത്തിരിക്കും, അങ്ങനെ ഒരാളേ അല്ലായിരുന്നു. ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഹീറോയിൻ രംഭയായിരുന്നു. മലയാളി പെൺകുട്ടി. അതെനിക്ക് തോന്നുന്നു ആദ്യത്തെ ശിക്ഷണമായിരിക്കും. ഹരിഹരൻ സാറിൻ്റെ അവിടെ വന്ന് മലയാളം പടം അഭിനയിച്ചതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ഏറ്റവും സാധാരണ. അത് കഴിഞ്ഞിട്ട് ഞാനും കലാഭവൻ മണിയും കൂടെ അഭിനയിച്ച കബഡി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഡബിൾ റോളായിരുന്നു. അപ്പോഴുമൊക്കെ രംഭയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എവറിത്തിങ് ഓക്കെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മലയാളി പെൺകുട്ടിയെ പോലെ തന്നെയാണ് പെരുമാറുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. അപ്പോൾ രംഭ ഈ ഡാൻസേഴ്സ് ഉള്ളത് കൊണ്ടാണ്, അവരെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതുകൊണ്ടാണ് രംഭയെ പറ്റി ഇവിടെ പരാമർശിക്കാൻ പറ്റിയത്. ഓൾ ദി ബെസ്റ്റ്. അമൃതക്കുട്ടി, എന്തോ മോളുടെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു A+wow. താങ്ക് യു സർ. ആടിയോട് രംഭപ്പൂക്കുറ്റി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+wow. താങ്ക് യു സർ. Wow! 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 അപ്പൊ ആദ്യം നമ്മൾ ആളെ വിളിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു വലിയ ട്രീറ്റ് ആയിരിക്കും. അതെ, വെൽക്കം മണിയൻ. മണിയ, ഏത് പാട്ടാ? കണ്ണുനീർത്തുള്ളിയെ. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച ആ കാവ്യഭാവന. ഇത് മുകേഷങ്ങൾ പാടി കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. തുടങ്ങി വിട്ടോടണ. കണ്ണുനീർത്തുള്ളിയെ ആ സ്ത്രീയോടുപമിച്ച ആഹാ കാവ്യഭാവനേ, അഭിനന്ദനം. അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അഭിനന്ദനമാണ്, അഭിനന്ദനം, നന്ദന അല്ല. അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. അഭിനന്ദനം. ആ, നന്ദനം. ഓക്കെ, അഭിനന്ദനം. റെഡി. അഭിനന്ദനം, 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 അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അതുഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, വ്യാസനോ കാളിദാസനോ അതുഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. വിഷാദസാഗരമുള്ളിൽ നിരമ്പും തുഷാരകൽകൃതമിന്നലെ
ശരിയാണ്. അത് ചിപ്പിൽ വീണാൽ വൈദൂര്യമാകുന്നു, പൂവിൽ വീണാൽ പരാഗമാകുന്നു. തുടരുത്, എടുത്തെറിയരുത്. ഇന്ദ്രനദായുധമാക്കി ഈശ്വരൻ ഭൂഷണമാക്കി വ്യഭിചാര തെരുവിൽ മനുഷ്യനാം തുക്കൾ വിലപേശി വിൽക്കുന്നു, വിലപേശി വിൽക്കുന്നു. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. നീർക്കുമുളയിലേക്ക് നോക്കി നിന്നാൽ പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്നത് കാണാം. തുടരുത്, അതിട്ടുടയ്ക്കരുത്. ചന്ദ്രിക ചന്ദനം നൽകി തെന്നൽ വന്നളകങ്ങൾ പുൽകി വഴിയാത്രക്കിടയിൽ മനുഷ്യനാ കുമിളകൾ വലവീശിയുടയ്ക്കുന്നു, ഇന്ദു വലവീശിയുടയ്ക്കുന്നു. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. താങ്ക് യു സർ. മണിയാ, ആ, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു സർ. ടോട്ടൽ സോങ്ങിനെ പറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും അക്ഷരം ഓർത്തിരിക്കണം. പാട്ടായിട്ടും ഉണ്ട്, പിന്നെ പറച്ചിലും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പം തെറ്റാനുള്ള 100% ഉറപ്പുണ്ട്. നീ പക്ഷെ ഭയങ്കര ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്. എത്ര ദിവസം എടുത്ത് പഠിക്കാൻ? 2 ദിവസം. 2 ദിവസം കൊണ്ട് നീ ഇത്രയും പഠിച്ചെടുത്താ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വലിയ സിംഗേഴ്സിന് പോലും ഇത്രയും കംപ്ലീറ്റ് കാണാതെ പഠിച്ച് പാടാൻ ബുദ്ധിമുട്ടാണ്. ആ സ്ഥലത്ത് നീ നല്ല ഈസി ആയിട്ടാണ് പാടിയിരിക്കുന്നത്. നിന്റെ ഈ വളർച്ച വളരെ നന്നായിരിക്കുന്നു. കാരണം യു ഹാവ് ബിക്കം എ ഡിഫറെന്റ് പേഴ്സൺ. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു മോനെ. ചില സ്ഥലങ്ങളൊക്കെ നീ ഭാവം നൽകിയത്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും വളരെ മനസ്സ് നിറഞ്ഞു. യു ആർ എ വെരി ഗുഡ് മ്യൂസിഷ്യൻ. ശ്രീഹരി, മോന്റെ കഴിഞ്ഞ പെർഫോമൻസിൽ അങ്കിള് പറഞ്ഞിരുന്നു, ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു കലാഭവൻ മണി സ്റ്റൈല് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. അതല്ലാതെ കലാഭവൻ മണി സ്റ്റൈൽ മാത്രമായി ഒതുക്കാതെ ഏത് ടൈപ്പ് പാട്ടും പാടാൻ പറ്റാവുന്ന സ്റ്റൈൽ റെഡിയായി വരാൻ പറഞ്ഞു. അത് മോൻ തൊട്ടടുത്ത റൗണ്ടിൽ തന്നെ ഇത്രയും പെട്ടെന്ന് റെഡിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് ഇത്രയും ഒരു കയ്യിൽ തരാതിരിക്കാൻ പറ്റില്ല. ചില പെർഫോമൻസ് കാണുമ്പം നമ്മളത് ആസ്വദിക്കും, അല്ലെങ്കിൽ സന്തോഷിക്കും. ഇത് മോൻ്റെ പെർഫോമൻസിൽ എനിക്ക് കിട്ടിയത് ഒരു ഭീകരത, പേടിപ്പിക്കുക എന്ന് പറയില്ലേ. അതായത് മോൻ വളർന്നാൽ ഇത്ര വരെ ചെമ്മീൻ ചാടിയാൽ എന്തോ ഒരു സംഭവമില്ലേ, ചട്ടിയോളം, പിന്നെ എന്തോ ചാടിയാൽ മുട്ടോളം എന്നുള്ളതൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പം ചെമ്മീൻ ആകാശത്തിൽ കൂടി പറന്നു നടക്കുന്ന ഒരു ചെമ്മീൻ നമ്മളെ നോക്കി ചിരിക്കില്ലേ, അല്ലെങ്കിൽ പേടിപ്പിക്കില്ലേ?
ആ ഒരു അവസ്ഥയായിരുന്നു മോൻ പാടിയ. അതായത് ഈ പാട്ട് മാത്രമല്ല, പാട്ട് പാടി ഒരു കൺവിക്ഷൻ എന്ന് പറയും, പാടി ഫലിപ്പിക്കുക. ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു അതോറിറ്റി, അതിലാണ് മോൻ ഈ പാട്ട് പാടിയത്. പാട്ട് പാടുന്നതായാലും ശരി, ഓരോ അക്ഷരം സ്ഫുടത ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഡയലോഗ് പറയുന്നതാണെങ്കിലും ശരി, എല്ലാം വളരെ വളരെ കൺവിക്ഷനോടെയാണ് മോൻ അത് ഇവിടുന്ന് പെർഫോം ചെയ്തത്. ഈ പാട്ട് MSV സാർ തന്നെയാണ് പാടിയിരിക്കുന്നത് അല്ലേ? അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന ഒരു സംഭവം മോൻ ഇവിടെ വന്ന് അതേ അതോറിറ്റിയിൽ പാടി ഫലിപ്പിച്ച് എല്ലാരെയും പേടിപ്പിച്ചു. അതിനാണ് ഏറ്റവും വലിയ കയ്യടി. താങ്ക് യു സർ. ഒറ്റ ഒരു വാക്കിൽ മോന്റെ തന്നെ പാട്ടിന്റെ ഭാഷയിൽ തിരിച്ചു പറയണമെങ്കിൽ, ഈ ഒരു വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജിന് അങ്കിളിന്റെ വക അഭിനന്ദനം. താങ്ക് യു സർ. അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വളരെ നന്നായിട്ട് പാടി. വളരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് മോനിപ്പോൾ ഇവിടെ ഓരോ തവണ വരുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ വാക്കുകളിൽ അവസാനമായപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ആ പാട്ട് പാടി തീരാറായപ്പോഴത്തേക്കും. എന്തായാലും ഇനിയും ഇതുപോലെ നല്ല പുരോഗമനം ഉണ്ടാവട്ടെ പാട്ടിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരൂ. ഓക്കെ, നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കൂ, പ്രേക്ഷകരെയും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോനെ ശ്രീഹരി, മോൻ അറിയാതെ ഒരു വലിയ സംഭവമാണ് ഈ സ്റ്റേജിൽ നടന്നത്. മോനിലൂടെ ഒരു നിയോഗമാണ്. ആ നിയോഗം എന്താണെന്ന് ഞാൻ പറയാം. അതായത് പാലക്കാട്ട് എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? അറിയാം. ഈ MS വിശ്വനാഥൻ സാർ അവിടെയാണ് ജനിച്ചത്. വളരെ പാവപ്പെട്ട, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ദാരിദ്ര്യവും വിഷമമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ അമ്മ MSV എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഈ വിശ്വനാഥനെ കൊല്ലാൻ തീരുമാനിച്ചു. ശരിക്കും എന്തിനു വെറുതെ ജീവിക്കണം, നമ്മളെ നോക്കാൻ ആരുമില്ല, ഒരു സഹോദരിയുണ്ട്. അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഈ വിശ്വനാഥൻ്റെ അപ്പൂപ്പനാണ്, ഗ്രാൻഡ് ഫാദറാണ് രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ തീർന്നേനെ. പാലക്കാടാണ്, മോൻ പാലക്കാടാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടെടുത്ത് ഇത്രയും മനോഹരമാക്കി എന്നൊക്കെ പറയുന്നത് വലിയ നിയോഗമാണ്. അങ്ങനെ അവിടെ നിന്നും കണ്ണൂരേക്ക് പോയി. കണ്ണൂര് അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ അവിടെ കണ്ണൂർ ജയിലറായിരുന്നു. അവിടെ ആണ് കുറേ നാൾ ജീവിച്ചത്. അപ്പോൾ ആ ചെറുപ്രായത്തിൽ തിയേറ്ററിൽ കപ്പലണ്ടി വിൽക്കാൻ പോകും. കാശൊന്നും കൊടുക്കത്തില്ല. കപ്പലണ്ടി വിൽക്കാൻ കാശ് ശമ്പളമൊന്നുമില്ല, വേണ്ട. എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ പാടുന്ന പാട്ട് കേൾക്കാം. കാര്യം സംഗീതവുമായിട്ട് ജനിച്ച ആളാണ് വിശ്വനാഥൻ. അതിന് എന്ത് ശക്തി വന്നാലും ശരി, പ്രകൃതി ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകുമെന്നുള്ളത് 100% സത്യമാണ് ഇദ്ദേഹത്തിൻ്റെ. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫീസ് കൊടുത്ത് പഠിക്കാനില്ല. അപ്പം ഞാൻ ദൂരെ മാറി നിന്നിട്ട് മാസ്റ്റർ പഠിപ്പിക്കുന്ന ദൂരെ നിന്ന് കേട്ട് പഠിക്കുകയാണ്. ആ കുട്ടികളെക്കാട്ടും മിടുക്കരായിട്ട് പഠിക്കുന്നത് വിശ്വനാഥനാണ്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന് പിന്നീട് ഈ സംഗീതമാണ് അദ്ദേഹത്തെ ചെന്നൈയിൽ കൊണ്ടെത്തിച്ചത്. ആദ്യം 100 പാട്ടോളം അദ്ദേഹം TK രാമമൂർത്തി എന്നൊരാളും ചേർന്നിട്ടാണ് അദ്ദേഹം സംഗീതം ചെയ്തത്. പിന്നെ ഒരു 700 പാട്ട് സ്വന്തം എല്ലാ ഭാഷയിലും. അപ്പം അദ്ദേഹത്തിൻ്റെ അവസാന നാൾ വരെ ഒരുപാട് പേരെ സഹായിക്കുന്നു. അത്രമാത്രം കാശില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ അദ്ദേഹം പിൽക്കാലത്ത് കാശില്ലാതെ കഷ്ടപ്പെടുന്ന പലരും, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഉൾപ്പെടെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കുന്നതല്ല, ജീവിതകാലം മുഴുക്കെ ആ കുടുംബത്തിന്. ഒരു ചന്ദ്രബാബു എന്ന് പറഞ്ഞൊരു സിനിമാ നടനുണ്ട്, കൊമേഡിയൻ ആയിരുന്നു. അയാൾ ഭയങ്കര കിങ് ആയിരുന്നു. പക്ഷെ അവസാനം അയാൾ സാമ്പത്തിക പരാധീനത വന്നപ്പോൾ മരിക്കുന്നത് വരെ നോക്കിയതാണ്. അത് അദ്ദേഹം എഴുതി വെച്ചു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് MSV ആയിരിക്കണം. അത്രമാത്രം ആത്മബന്ധവും അത്രമാത്രം വലിയൊരു മനുഷ്യനുമായിരുന്നു ഈ പാലക്കാട്ടുകാരൻ. അതാണ് മോൻ്റെ ജീവിതത്തിൽ ഈ ചെറുപ്രായത്തിൽ ഒരു വലിയ നിയോഗം നമ്മളെ എഴുന്നേറ്റ് നിർത്തിപ്പിച്ചു. എലപ്പുള്ളിക്കാരൻ്റെ ആ പാട്ട് വിത്ത് ഡയലോഗ്, അതിനകത്തൊരു തെറ്റുപോലും വരുത്താതെ എഴുന്നേൽപ്പിച്ച് നിർത്തുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ട്രിബ്യൂട്ടാണ്, വലിയ ബ്ലെസ്സിങ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീഹരിയുടെ ഇന്നത്തെ പെർഫോമൻസ് ലോകമെമ്പാടുള്ള മലയാളികൾ കണ്ട് ഞെട്ടി കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ ജഡ്ജസും ഞെട്ടി. ഇത്രയും നേടിയ ശ്രീഹരിക്ക് വേറെ എന്ത് തരാൻ പറ്റും? യു ഡിസേർവ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. അടിയൊരു MSV സാർ പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded
a golden crown. താങ്ക് യു സാർ. All the best. Ta-ta. ശ്രീഹരി ഗോൾഡൻ ക്രൗൺ വാങ്ങി. ആ. എന്താണ് ഇതിന്റെ രഹസ്യം? നന്നായി പാടി. നന്നായി പാടി, നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നന്നായി പാടി. നാടൻ പാട്ട് മാത്രമല്ല എല്ലാ പാട്ടും പറ്റുന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതുപോലെ തന്നെ തെളിയിക്കുക. എല്ലാ പാട്ടും നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ടൊക്കെ വരണം. ഗോൾഡൻ ക്രൗണിന് കുറെ ഇങ്ങോട്ട് വാങ്ങിച്ചോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഇനി നല്ല മാർക്സ് എങ്ങനെ വാങ്ങിക്കും, പാടുള്ള സബ്ജക്ട്സ് ഒക്കെ ഇനി എങ്ങനെ പഠിക്കും എന്നുള്ള ടെൻഷൻസ് ഒന്നും ഇനി കുട്ടികൾക്കും വേണ്ട, പേരൻസിനും വേണ്ട. എല്ലാവരും ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വളരെ ചെറിയൊരു ഫീസ് മാത്രം വരുന്ന ഈ ഒരു ആപ്പിൽ അവർ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് വിഷ്വൽസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് ടേക്ക് 4 ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിൽ ആദ്യത്തെ ഫ്ലവറിനെ ഹൊറിസോണ്ടലി കട്ട് ചെയ്താൽ ഇവിടെ ഓരോ പെറ്റൽസിൻ്റെയും മാർജിൻ അടുത്ത പെറ്റലിൻ്റെ മാർജിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു. ഇറ്റ് ഡസ് നോട്ട് ഓവർലാപ്പ്. നമ്മളിപ്പോൾ കണ്ടത് +2 കുട്ടികളുടെ ബയോളജി ക്ലാസ് ആണ്. ഇതുപോലെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാനും നല്ല മാർക്സ് സ്കോർ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വൺസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ മറക്കാതെ പോയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ജഡ്ജസ്, ഞാനിപ്പോ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കൂട്ടുകാരിയാണ് വിളിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമുക്ക് നമ്മുടെ LED ഒന്ന് കണ്ടിട്ട് വരാം. കൊള്ളാലോ. നിമ ആരാ? നിമ ഭയങ്കര സംഭവമല്ലേ? അല്ല, അത് നമ്മളൊന്നും അതിന്റെ അടുത്തൊന്നും എത്തൂല. ഞങ്ങൾക്കറിയാലേ, അല്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനില്ല. ഇല്ല, വേണ്ട ഇങ്ങനെ കഴുത്തിന്റെ ഇടയിൽ കൂടെ കാലിട്ടിട്ട് നിൽക്കുന്നില്ലേ? വേണ്ട. മോളെ കലക്കി കേട്ടോ. അതെ. മോളുടെ ഒരു ആസനം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കടലിൽ നിന്ന് കയറി വന്ന ഒരു ഞണ്ടാന്ന്. വിരല് കൊണ്ടെന്തോ കാണിക്കില്ല ഇങ്ങനെ അതൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ ഇത്ര സിമ്പിൾ ആയിട്ട് അയ്യോ, എല്ലാ വിരലും ചെയ്യുന്ന MG അങ്ങളെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാ, വേണ്ട. നന്നായിരിക്കുന്നു. നല്ല രസം. മതി മൂന്നാമത്തെ. മതി മതി പോരെ? മതി മതി. ഓക്കെ. ഏത് പാട്ടാ പാടുന്ന മോള്? സന്ധ്യ കണ്ണീരി തന്തേ. ആഹാ, മൈ സലിൽദാ. അപ്പൊ തുടങ്ങും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. സന്ധ്യ കണ്ണീരി തന്തേ സന്ധ്യ
നന്നായിട്ട് പാടി മോളെ. താങ്ക് യു നല്ല സർ. ഫീൽ ഉണ്ടായിരുന്നു, രസമായിരുന്നു, കേൾക്കാൻ നല്ല രസമായിരുന്നു. കാരണം എസ്പെഷ്യലി ഈ പാട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഈ സിനിമ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ആ സമയത്ത് ന്യൂ തിയേറ്റർ വെച്ചാണ് കാണുന്നത് ട്രിവാൻഡ്രത്ത്. ഈ മദനോത്സവം എന്ന ചിത്രത്തിൽ എല്ലാ പാട്ടുകളും, അതായത് അതിനകത്ത് സാഗരമേ ശാന്തമാകുന്നി, മാടപ്രാവേവ, അതുപോലത്തെ ആ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ഹിറ്റുകളായിരുന്നു. ഇപ്പോഴും മോള് നന്നായിട്ട് പാടി. ഈ പല്ലവിയിലുള്ള ഈ കണ്ണീരിതെന്തേ സന്ധ്യേ, അത് എല്ലാ സ്ഥലങ്ങളിലും പോയി എൻഡിങ് മാത്രം കറക്റ്റായിട്ട് വന്നു. ബട്ട് ചരണം സൂപ്പറായിട്ട് പാടി. ടോട്ടലായിട്ട് നോക്കുമ്പോൾ താങ്ക് യു സർ. നിമകുട്ടി, എന്തോ? ഈ പാട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന പാട്ട്, കാണാപാഠമായിട്ടുള്ളൊരു പാട്ടായതുകൊണ്ട് തന്നെ മോൾ ഇത് പാടുമ്പോൾ വളരെയധികം എൻജോയ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഓൾമോസ്റ്റ് ഹോൾ സോങ് മോൾ സ്റ്റഡി ആയിട്ട് ശ്രുതിയിൽ തന്നെയാണ് പാടിയത്. പിന്നെ ഇത്തരം പാട്ടുകളിൽ ആ ശ്രുതി ചേർത്ത് വരുമ്പോൾ കിട്ടുന്നൊരു സുഖം, ശ്രുതിയിൽ നിന്ന് മാറിപ്പോകുമ്പം അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടാറുണ്ട്. മോള് പാടിയപ്പം അതൊന്നും ഒരു പ്രശ്നമില്ലാതെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. മോൾക്ക് പാട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. മോൾക്ക് കറക്റ്റ് ഇതിൻ്റെ സോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഓരോ സംഗതികളുടെ സ്പീഡ്, സലിൽദയുടെ സംഗതികൾ നോട്ട്സൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ സ്പീഡ് മാറിപ്പോകുമ്പം സലിൽദയുടെ ഒരു സിഗ്നേച്ചർ അതൊന്ന് പോകും. ഇതുപോലത്തെ കമ്പോസേഴ്സിൻ്റെ പാട്ടെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എന്താണ് ഇവരുടെ സിഗ്നേച്ചർ എന്ന് മനസ്സിലാക്കി പഠിക്കുമ്പം ഇതൊക്കെ ഈസി ആയിട്ട് ഒരു പാട്ട് ഇന്ന കമ്പോസറാന്ന് അറിയുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിൽ കയറും. അല്ലാതെ എനിക്ക് വലിയ ഡാമേജ് ഉള്ള രീതിയിൽ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ ഒരു സംഭവം എഴുതിയിട്ടുള്ളൂ, ഓസം ഫീൽ, അതെനിക്ക് കിട്ടി. ഓ ഗ്രേറ്റ്. താങ്ക് യു സർ. നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി. മോളുടെ മനസ്സിൽ കറക്റ്റായിട്ട് ആ പാട്ടുണ്ട്. ഇപ്പോൾ ദീപുങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ ഭാവം ഫുള്ളായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഡൈനാമിക്സ് ഒക്കെ വരാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോള് ഗംഭീരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ഈ പടം, ഈ പടവും പാട്ടുകളും. അതിനകത്ത് പ്രധാനമായിട്ടും ഹിറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസൻ നായകനും സെറീന വഹാബ് എന്ന ഹിന്ദിയിൽ നിന്ന് കൊണ്ടുവന്ന നടിയുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഇവർക്കൊരു ട്രാജഡി വരികയാണ് സെറീന വഹാബ്. അപ്പോൾ അവർ മരണത്തോടടുക്കുകയാണ്. ഇവരേറ്റവും സന്തോഷകരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ പാട്ടും ഹിറ്റാണ്. ഹിറ്റെന്ന് പറഞ്ഞാൽ സാധാരണ ഹിറ്റല്ല. ഈ എസ് ജാനകി അമ്മയ്ക്ക് ഇത് 78-ലെ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഏറ്റവും നല്ല വരികൾക്കുള്ള അവാർഡ് ONV സാറിന് കിട്ടി. ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ ആയിരിക്കണം സിനിമ. ഈ സിനിമയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങൾ കാത്തിരുന്നത്. ഈ പടത്തിലെ പാട്ടുകൾ സലിൽ ചൗധരി എന്ന അദ്ദേഹം ബംഗാളിയാണ്. അദ്ദേഹം ഈ മ്യൂസിക് ഇട്ടപ്പോൾ ഒരു മലയാള ഭാഷാ പണ്ഡിതനാണോ ഇദ്ദേഹം എന്ന് തോന്നിപ്പോകും. കാര്യം ഒരു വാക്ക്, എന്തെങ്കിലും തരത്തിലുള്ളൊരു ചുനിപ്പ് പോലും നമുക്ക് മനസ്സിലാകാതിരുന്നില്ല. സന്ധ്യ എന്നുള്ള ആ പാട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ദുഃഖഗാനങ്ങളിൽ പ്രമുഖ സ്ഥാനം തന്നെ വഹിക്കുന്ന ഒരു പാട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നിമകുട്ടി, എന്തോ? അപ്പോൾ ഇന്ന് ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു triple wow. താങ്ക് യു. അടിപൊളി. ആടിയൊരു നിമപ്പുക്കുറ്റി. Congratulations, you are awarded a triple wow. താങ്ക് യു. Wow. Wow. And wow. താങ്ക് യു. അപ്പൊ നിമ്മ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ബൈ. ഇനി നമ്മുടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാ. If source charge is positive, then what will be the direction of the electric field? Option A, inward. Option B, outward. Option C, no direction. Option D, none of this. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും 90+ മൈ ട്യൂഷൻ ആപ്പിൽ 10 മണിക്ക് മുമ്പായി ശരി ഉത്തരം രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഇന്നലത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിജയം കരസ്ഥമാക്കിയ കുട്ടി ജീനിയസ് ഫാസില ഫർഹ. മലപ്പുറം പുളിക്കൽ AMMHSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാസില 90+ മലപ്പുറം കൊണ്ടോട്ടി ഡീലർ ഹബിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങി. ജഡ്ജസ്,
ഇനി നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാന്താരി കുട്ടിയാണ് വരാൻ പോകുന്നത്. ഞാനിങ്ങനെ നോക്കി ഇന്നുണ്ടോ എന്ന് നോക്കിയപ്പോ പെർഫോമൻസ് റൗണ്ട് ആണെന്നുണ്ട്. അപ്പൊ എനിക്കിനി അതെ വിളിക്കട്ടെ. വിളി പാട്ടും കുറുമ്പും കൊഞ്ചലുമായി നമ്മുടെ കുഞ്ഞി കിലുക്കാൻ പറ്റി നമ്മുടെ കാന്താരി മേഘ്നക്കുട്ടി എത്തുന്നു. വെൽക്കം മേഘ്നക്കുട്ടി ഓൺ സ്റ്റേജ്. പാടാൻ വാ പാട്ടൊന്ന് മീട്ടാൻ വാ മെഴുതിരി പൂ തരാം ഞാൻ ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാ ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാ. എത്തിയല്ലോ. ആ മുടിയൊക്കെ കണ്ടോ? ഷോപ്പിംഗ് മോൾ. എന്തൊക്കെയുണ്ട് പിന്നെ പൊതുവെ വിശേഷം? കൊറേ ഉണ്ടോ? അത് ശരി. ഇപ്പൊ നിങ്ങൾ മറ്റേ തല്ലുപിടുത്തൊക്കെ ഉണ്ടോ? മറ്റേ നിങ്ങളൊരു ടീമൊക്കെ ആയിട്ട് ഒരാളുടെ അഗേൻസ്റ്റ് എല്ലാരും അടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? ദീ ആയിട്ടുള്ള പിണക്കൊക്കെ മാറിയോ? മാറി. ദീ എവിടെ പോയി? പേരില്ല. ആണോ? ഓ അത് ശരി. ഇന്നത്തെ ബാച്ചിന് പേരില്ല അല്ലേ? മെസ്സേജ് വരും. ഒരു മെസ്സേജ് വരും. നാളെ വരുന്നുണ്ട് വായിക്കും. ഓ അങ്ങനെ വായിക്കുമ്പോഴാണ്. ശരി. അല്ല വേറൊന്നില്ലേ ഒരു ക്ലോസ് ഫ്രണ്ട്? അവളുടെ പേരെന്തായിരുന്നു? ഇവിടുത്തെ ക്ലോസ് ഫ്രണ്ടിന്റെ പേരെന്താ? അത് ഇവിടുത്തെ എല്ലാരും. എന്നാലും അവള് ചിരിക്കണം. മിയ. അവിടെ വല്ല പ്രശ്നം ഉണ്ടാവോന്ന് വിചാരിച്ച എനിക്ക് കൊള്ളാം മിയ പ്രശ്നം. എനിക്ക് കൊള്ളാം. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോന്ന് വിചാരിച്ച പറയാത്തേന്ന്. ശരി. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളൂട്ടി. ആരെ ഇപ്പൊ വിളിച്ചേ? ഒന്നും വിളിച്ചില്ല. മോളൂട്ടിന്ന് വിളിച്ചല്ലോ. മോളൂട്ടി അത് എന്താ കഴിച്ചതെന്ന് കാലത്ത്? എനിക്ക് എംജിങ്ങളുടെ പാടുന്ന വോയിസ് കേട്ടാലേ അപ്പൊ മനസ്സിലാവും. എന്താ കഴിച്ച കാലത്ത്? ഇഡ്ലി. ഇഡ്ലിയും പഞ്ചസാരയും. അല്ലേ ചട്നി ഉണ്ടാക്കുന്ന എങ്ങനെയാ അതിന്റെ? ചട്നിയോ? അത് ആദ്യം ഉള്ളിയല്ല, ആദ്യം തക്കാളി എടുക്കും. എന്നിട്ട് തക്കാളി എടുത്തിട്ട് ഇങ്ങനെ മുറിക്കണം, സ്ലൈസ് ചെയ്യാം. എന്നിട്ട് മുറിച്ചിട്ട് അനക്കണോ? മുറിച്ച് വെക്കണം. എന്നിട്ട് തക്കാളി എരിഞ്ഞു വെക്കുക. എന്നിട്ട് പിന്നെ ഉള്ളിയും എരിഞ്ഞു വെക്കും. സ്പൈസസ് പോലെയല്ല, ബ്ലോക്സ് പോലെ. എന്നിട്ട് കരിവേപ്പില എടുത്ത് വറക്കണം. കടുകും കൂടി വേണോ? കടുക് വേണോ? വേണോ? എന്നിട്ട് അതിങ്ങനെ ഇളക്കണം. ഇങ്ങനെ ഇളക്കണം. അപ്പൊ കടുക് ഇങ്ങനെ പൊട്ടും. എന്നിട്ട് നമ്മള് തക്കാളി എടുത്തിട്ട് അറക്കണോ? തക്കാളി ഇട്ടിട്ട് ഇളക്കണം. ഇളക്കണം എന്നാണോ? അല്ല, തക്കാളി അരക്കണം. എന്നിട്ട് ഉള്ളിയും ഇടണം. എന്നിട്ട് കരിവേപ്പിലയും ഇടണം. അത് വിട്ടിട്ട് പിന്നെ അരച്ചിട്ട് ഇഡ്ലിയും ഉണ്ടാക്കി എന്റെ കൂടെ. അപ്പൊ ഉപ്പിടണ്ടേ? ഉപ്പൊന്നും ഇടണ്ട. വേണ്ടേ? ഉപ്പ് വേണം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെയാ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇഡ്ഡലി എടുത്ത് അതിനകത്തോട്ട് കുഴച്ചിട്ട് ഞം 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 എന്ന് കഴിക്കും അല്ലേ? ഞാൻ അങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കാറില്ല. ഈ ചമ്മന്തിയുടെ കൂടെ നമുക്ക് കെച്ചപ്പ് ചേർക്കാൻ പറ്റുമോ? കെച്ചപ്പ് ചേർത്ത ടേസ്റ്റ് ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ഈ ചമ്മന്തി വളരെ ടേസ്റ്റിയാ. ചമ്മന്തി ഒറ്റയ്ക്ക് ഊറ്റിയ ഈ ബർഗറിന്റെ ഒപ്പം നമുക്ക് ചമ്മന്തി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വായില് വിഴുങ്ങുന്നവള്. അല്ല, അതെന്റെ സ്ഥിരം വരുന്ന. നിന്റെ ഫേവറേറ്റ് ബർഗർ അല്ലേ ശരിക്കും? അല്ല, പിന്നെ ഇഡ്ഡലി, ഫ്രഞ്ച് ഫ്രൈസ്. ഓ, അപ്പൊ ഈ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ശരിയാവോ? അത് കെച്ചപ്പിന്റെ കൂടെ പറ്റും ഇല്ലേ? ശരി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മേഘനയുടെ കഴിക്കുന്ന സ്റ്റൈൽ അല്ലേ? ഏത് പാട്ടാണ്? പാട്ട് 4 കാശിൽ കയ്യിൽ. 4 കാശ് കയ്യിൽ വെച്ച്. ഓ, പൈസ. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഒരു കാര്യം കണ്ടു കേട്ടോ, ഞങ്ങളൊരു കാര്യം കണ്ടു. ആനപ്പുറത്ത് കയറുന്ന കാര്യം കണ്ടു. അത് ഞാൻ പിന്നെ കാണിച്ചുതരാം. ആനപ്പുറത്ത് കയറി റിഹേഴ്സൽ എടുക്കുന്ന കണ്ടു. എന്തായാലും മോള് പാടിക്കോ, ഞാൻ കാണിച്ചോളാം. ഞാൻ ജനലിന്റെ സൈഡിൽ നിന്ന് ഒളിഞ്ഞു നോക്കി. അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
തിരുവോന്ത്രോങ്കാരൻ തിരുവ പറഞ്ഞു വയന്ത്രാനകളയ്യപ്പി പോവാൻ പറ. ആനയ്ക്ക് കാല് മൂന്നെന്നും ആനയ്ക്ക് കാല് നാലെന്നും ആനയ്ക്ക് കാനാഞ്ഞെന്നും തമ്മിൽ തമ്മിൽ തർക്കവുമായി കൊച്ചിയിൽ വന്നെത്തി. ആനേനെ കാണാൻ പോയി മേപ്പടി ആനേനെ കാണാൻ പോയി. ആനേനെ കാണാൻ പോയി മേപ്പടി ആനേനെ കാണാൻ പോയി. പിന്നെയോ ആനയുടെ ഉടമസ്ഥൻ കമ്മത്തിനെ കണ്ടു. തൃശ്ശൂരുകാരൻ ലോനപ്പൻ കേട്ടു. ഡോ കമ്മത്തി നിന്നിൽ ആനയുടെ നടക്കാൻ. കമ്മത്തി മൊഴി പിള്ള തിരക്കി. എന്തൊക്കെ ആനകളെ ചാള് പൈനലൊക്കെ തിന്നൂലേ. കമ്മത്തി ഞെട്ടി കമ്മത്തി ചൊല്ലി അന്റെ സോർബാനൻ കൊണ്ടടാ അന്നട ബബളം. കോഴിക്കോട്ടെ ഹാജി കോയാക ചൊല്ലി അന്റെ പെരുത്ത മഞ്ചൾ ആനയ്ക്ക് ബല പിടിച്ചോളിയാ. ഇന്ന ആനയുടെ കാശ് കൊടുക്കുന്നു ആനന്ദം കൊണ്ടവർ തുള്ളുന്നു ആനയും കൊണ്ടവർ നടക്കുന്നു. തമ്മിൽ തമ്മിൽ കൈയും കൊടുത്ത് ആന മണ്ടന്മാർ. മണ്ടന്മാരോ? ആ അവര് വാങ്ങിച്ചത് കുഴിയാനല്ലേ കുഴിയാന. മണ്ടന്മാർ മരമണ്ടന്മാർ മേപ്പടി മണ്ടന്മാർ മരമണ്ടന്മാർ. ആ മണ്ടന്മാർ മരമണ്ടന്മാർ മേപ്പടി മണ്ടന്മാർ മരമണ്ടന്മാർ. സൂപ്പർ. മണ്ടന്മാർ മരമണ്ടന്മാർ മേപ്പടി മണ്ടന്മാർ മരമണ്ടന്മാർ. സൂപ്പർ. അതെന്താ അവര് പറയുന്നത്? സീക്രട്ട് പറയാം secret. അതെ സീക്രട്ട് പറഞ്ഞാല് എന്റെ അച്ഛൻ വഴക്ക് പറയുന്നു. അച്ഛന് ഇഷ്ടമല്ലേ സീക്രട്ട്? ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവുമ്പോ പറഞ്ഞ അച്ഛൻ മഴ പറയും. അവര് വിചാരിക്കുമല്ല അവനായിരിക്കും കുറ്റം പറയുന്നത്. ശരിയാ. അച്ഛൻ പറഞ്ഞു. അല്ലെങ്കിൽ ടിവിയിൽ കാണിച്ചാൽ എന്ത് ചെയ്യും? അച്ഛൻ വഴക്ക് പറയും. എന്തായിരുന്നു സീക്രട്ട്? ജഡ്ജസ് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് വെച്ചു അവരിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു അവര് സീക്രട്ട് പറയാന്നാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതാ. ഞങ്ങള് പറഞ്ഞ സീക്രട്ട് എന്താണെന്നറിയോ? ഇല്ല ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഞങ്ങൾ എന്തായിരിക്കും? ഞങ്ങൾ മൂന്നുപേരും കൂടെ സംസാരിച്ചു. ഒന്നും മനസ്സിലാവൂല. മനസ്സിലാവില്ല. ഞങ്ങൾ പറഞ്ഞത് സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല. പാട്ട് കേട്ടോണ്ടിരുന്നു, മോളെ കണ്ടോണ്ടിരുന്നു. ആ കോറിയോഗ്രാഫി എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങൾ ഇവിടെ പറഞ്ഞു. താങ്ക് യു. സന്തോഷമായോ? ഏത് സിനിമയിലെ പാട്ടാ? ചക്കച്ചുമ്മ. ചക്കച്ചുമ്മയോ? ചക്കച്ചുമ്മ. ചക്കരയുമ്മ. എന്താ പിടിച്ചൊരു ചക്കരയമ്മ? അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചക്കരയുമ്മ. ചക്കരയമ്മ തന്നെ എനിക്കും. 1 2 3 4 5 ദേ അവിടെ ഇരിക്കുന്ന 2 പേർ 6 7 ഓർക്കത്ര. ഞാനങ്ങനെയല്ല ഓർക്കസ്ട്ര എന്ന് പറയാ. ഞാൻ ഓർക്കസ്ട്ര എന്ന് പറയും. എന്റെ അച്ഛൻ പറഞ്ഞു കോപ്പി അടിക്കരുത് അടിയാണ്. പക്ഷെ കോപ്പി അടിക്കാൻ പാടില്ല. അടിയൊന്നുമില്ല, ഇപ്രാവശ്യം ഇല്ല, അത്ര ഇല്ല. മോളെ വല്ലപ്പോഴും ഒക്കെ അടി ഉണ്ടാക്കണം, എങ്കിലല്ലേ ഒരു രസമുള്ളൂ. രസവും ചോളോ രസവും ചോളോ ചമ്മിപ്പോയി എന്ത് പറയുന്ന ഓർക്കുമായിരുന്നല്ലേ. ചമ്മിപ്പോയി പിടിച്ചു. ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ വന്നു കഴിഞ്ഞാൽ പിടിച്ച് കടിക്കും. ഞാൻ പറഞ്ഞത് പാട്ട് ഗംഭീരമായിരുന്നു. നല്ല സെലക്ഷൻ, നല്ല നല്ല ഓളം ഉണ്ടായിരുന്നു. അതാണ്. അല്ലാതെ ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ. മനസ്സിലായി. നമുക്ക് ഓളം മനസ്സിലായില്ല, വണ്ടർഫുൾ ആ മനസ്സിലാവും. വെൽക്കം മേഘനമോൾ. എന്തെന്തോ ഓക്കെ,
എനിക്ക് ഈ പാട്ട് ഇത് ഒരു സിനിമ കാണുന്ന പോലെ തോന്നി. മോളുടെ പാട്ടിൽ ഡാൻസ് വരുന്ന സമയത്ത് മോൾക്ക് കൂടുതൽ ഇഷ്ടമാണോ അല്ല ഡാൻസ് ഇല്ലാതെ പാടുന്നതാണോ ഇഷ്ടം? ഡാൻസ് ഇഷ്ടമാണ്. ഈ റിഹേഴ്സൽ സമയത്ത് അവരുടെ പുറത്ത് ആനപ്പുറത്ത് കയറുന്ന മാതിരിയൊക്കെ ചെയ്തിരുന്നില്ലേ? ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? ഓ ശരി ശരി ശരി. ഇതാണ് കിൽക്കത്തിലുള്ള അതെ. പക്ഷെ എനിക്ക് ഇത് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ആ കഥ എനിക്ക് അങ്ങ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പറഞ്ഞുതരും എനിക്ക്. 4 കാശ് കയ്യിൽ വെച്ച് അത് കയ്യിൽ വെച്ചിട്ട് 4 ദിക്ക് കടന്നെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ തൃശ്ശൂരുകാരനെയും വിളിച്ച്, കണ്ണൂരുകാരനെയും വിളിച്ച്, തിരുവനന്തപുരംകാരനെയും വിളിച്ച്, കോഴിക്കോട്ടുകാരനെയും വിളിച്ച്, ഇത്രയും കാരനെയും വിളിച്ചിട്ട് കോഴിക്കോട്ടെത്തി. നമ്മുടെ സ്ഥലം കോഴിക്കോട്ടെത്തി. കൊച്ചി. അല്ല അപ്പൊ എന്തിനാണ് ഈ കോഴിക്കോട്? അത് ശരി, എന്തിനാണ് ഇത് പോയത്? അത് ആനേനെ മേടിക്കാൻ പോയി. ആനേനെ. ഓ അത് ആനയല്ലായിരുന്നു, പിന്നെ അത് കുഴിയാനയാണ്. അത് ശരി. അവിടെ ചമ്മിപ്പോയി. അതുകൊണ്ടാണ് എന്റെ ലാസ്റ്റ് ഇട്ടേക്കുന്നത് മണ്ടന്മാരെന്ന്. ഓ അത് ശരി. ശരി, ഈ കുഴിയാനെന്ന് പറഞ്ഞ എന്താണ്? കുഴിയാനെന്ന് പറഞ്ഞാല് ആൾക്കാരിങ്ങനെ നിക്കുന്ന ആനനെ പോലെ. കുഴിയാനെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ജീവിയാണ്. കഴിക്കുന്ന ചെറിയ. അയ്യോ, കഴിക്കാൻ പറ്റത്തില്ല. നിനക്കെല്ലാം കഴിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ചിലപ്പോ ചൈനക്കാര് കഴിക്കുമായിരിക്കും. കഴിക്കും, ചൈനക്കാരെല്ലാം കഴിക്കും. മീനിനെയൊക്കെ പച്ചയായിട്ട് തിന്നും. പാറ്റയെ കഴിക്കും, ഉറുമ്പിനെ കഴിക്കും, ചതല് കഴിക്കും, പാമ്പിനെ കഴിക്കും, വണ്ട് കഴിക്കും. പാമ്പ്. ഞങ്ങളൊരു സിനിമ ഉണ്ട്, വലിയൊരു വണ്ട്. ഞങ്ങൾ പണ്ടേ കട്ടപ്പനയിലിരുന്ന സമയത്ത് ബ്രൗൺ കളർ പോലെ ഒരു വണ്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സൂം ചെയ്യാതെ കടിക്കുന്ന വണ്ടാ അത്. ഞാൻ ഒരു ഫോട്ടോ എടുത്തു വലിയതായിട്ട്. ആ വണ്ടൊക്കെ ചൈനക്കാരെടുത്തിട്ട് സർവത്ത് ഉണ്ടാക്കും. വണ്ട് സർവത്ത്. അതല്ല, ഇനി എനിക്ക് പറയാനുണ്ട്. എന്നിട്ട് ഇത്രയും വലിയ സ്റ്റേജിന്റെ അത്രയും ഇതിനെക്കാളും വലിയൊരു വണ്ട്. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ വട്ടാണ്? അങ്കമാലിയിൽ അമ്മാവനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതിപ്പോ മറ്റേ ഗംഗേ വിളിച്ചപ്പോ ഞാനെന്താ പറഞ്ഞത്? അവസാനം എന്താ സംഭവിക്കുക പാട്ടിന്റെ? അവര് ചമ്മി കുഴിയാനല്ലേ മേടിച്ച്. ഓ മണ്ടന്മാർന്ന് പറഞ്ഞു. ഓ അതാണ് ഇതിന്റെ മണ്ടന്മാരെ. ബുദ്ധിയൊന്നുമില്ല. എന്റെ ഫോണില് ബുദ്ധി നല്ല കിട്ടുന്ന ഒരു ഗെയിം ഉണ്ട്. അത് കളിച്ചിട്ടാണ് ഇത്രയും ബുദ്ധി. ശരി, അങ്കിളിന് ഇതിന്റെ ഇപ്രാവശ്യത്തെ അർത്ഥവും മനസ്സിലായി. എപ്പോഴും അങ്കിളിന് മോള് പാടുമ്പോ മാത്രം ഈ പാട്ട് ഒന്നും അർത്ഥം മനസ്സിലാവില്ല. പക്ഷെ മേഘന മോളായതുകൊണ്ട് എനിക്ക് ധൈര്യത്തിലിരിക്കുക. എപ്പോഴും ഇതിന്റെ അർത്ഥം പഠിച്ചുകൊണ്ടല്ലേ വരുന്നത്. കുഴപ്പമില്ല, അത്ര മതി. അത്ര വെച്ചിട്ട് ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി മോള്. നല്ല ആക്ഷനും കഥ നല്ല രസമായിട്ട് ഓരോ നാടിന്റെ സ്റ്റൈലിലൊക്കെ സംസാരിച്ചതും എല്ലാം വളരെ രസമുണ്ടായിരുന്നു. ഓക്കെ മേഘന കുട്ടി, ഇതിപ്പോ കേരളത്തിലും ലോകം മുഴുവൻ ട്രെൻഡായി മാറുമല്ലോ. എല്ലാവർക്കും അറിയുമോ? അതെ, എല്ലാവരും അറിയാം. തലയിൽ എന്താ തെങ്ങ് വളർന്നു? വെള്ളച്ചാട്ടാണോ? എന്തായാലും പാട്ടൊന്ന് കലക്കി കേട്ടോ. മോള് പാടിയതും മോളുടെ ആക്ഷൻസും പിന്നെ പുറകിലുള്ള ഡാൻസേഴ്സും എല്ലാം കാണാൻ നല്ല ക്യൂട്ട്. മേഘന മോളെ, മുകേഷ് അങ്കിളിന് പറയാനൊന്നുമില്ല. ഒരു നമസ്കാരം പറയാണ്. കലക്കിക്കളഞ്ഞു. ഇത്രയും പാട്ടും കേട്ട് ഇത്രയും സംസാരവും കേട്ടിട്ട് മുകേഷ് അങ്കിളിന് ഒരു ചെറിയ പേടിയുണ്ട്. ആ പേടി എന്താണെന്നും പറയാം. അതിന് ഒരു ചെറിയ കൈക്കൂലിയും തരും. 2 കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചക്കര ഉമ്മ എന്ന് പറഞ്ഞ സിനിമ മോളിങ്ങനെ ചക്കര ഉമ്മയെ കൊടുത്തില്ലേ, ആ സിനിമയിലുള്ള പാട്ടാണ്. ഈ പാട്ട് സിനിമയിൽ അന്ന് പാടിയത് ബേബി ശാലിനി. അപ്പം ബേബി ശാലിനിയെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തിയേറ്ററിൽ ഇടിച്ചു കയറും. ഇങ്ങനെ ഒരു കുട്ടി, ഇതെന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അന്ന് ഇങ്ങനെ തൊഴുതു ഈ തിയേറ്ററിൽ. അപ്പൊ ഇപ്പൊ മോളെ കണ്ടിട്ട് ഞാൻ തൊഴുതില്ലേ, അതേപോലെ കേരളത്തിലുള്ള എല്ലാവരും തൊഴുതു. എന്നിട്ട് മലയാളത്തിൽ നിൽക്കാതെ ഈ സിനിമ ചക്കരയുമ്മ എന്ന് പറഞ്ഞ സിനിമ തമിഴില് ശിവാജി ഗണേശനെ വെച്ചിട്ട്, തെലുങ്കിൽ ശോഭൻ ബാബുവിനെ വെച്ചിട്ട്, എല്ലാ സ്ഥലത്തും ബേബി ശാലിനിയാണ്.
അപ്പൊ അവിടെ എല്ലാം ഹിറ്റാണ് ഈ പാട്ട്. ഒരു കാര്യം പറയട്ടെ, ആ. പണ്ട് മിയക്കുട്ടിയും ഞാനും ദേവിനാശ്രീയും ദേവിനാശ്രീക്കും ഒക്കെ പാടിയില്ലേ, ഞാനപ്പോ കുപ്പിടി പട്ടാളം പാടിയില്ലേ, അതിലും അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് അങ്കിളിന്റെ പേടി എന്നുള്ള ഇതങ്ങോട്ട് പറഞ്ഞ് കേട്ടിട്ട് പിന്നെ സംസാരിക്കാം നമുക്ക്. എന്താണ് പേടി എന്നുള്ളത്? അതായത് അത് ഹലോ ഹലോ, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു. പ്ലീസ്, 1.5 മണിക്കൂറായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതായത് ഞങ്ങളുടെ എല്ലാരും ഒരു ഭയമുണ്ട്. എന്താണെന്നറിയാവോ? ഈ ബേബി ശാലിനി ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ആളുകളെ എല്ലാം ഞെട്ടിച്ചത് കൊണ്ട് എല്ലാ ഭാഷക്കാരും വന്ന് മലയാളത്തിൽ നിന്നൊക്കെ പിടിച്ചു വലിച്ചൊക്കെ കൊണ്ടുപോയി പല സ്ഥലത്തോട്ട്. അതേപോലെ ഈ കോവിഡ് കാലം കഴിയുമ്പം സിനിമ നല്ല ക്ലിയറായിട്ട് വരുമ്പം മോളെ ഈ ടോപ്പ് സിംഗറിൽ നിന്ന് ഇവന്മാർ അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള പേടിയാണ് അങ്കിളുമാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇനി മുതൽ പ്രത്യേക സംരക്ഷണം പോലീസുകാരെയൊക്കെ വെക്കാൻ പോവാണ് മോള് താമസിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ. ആരെങ്കിലും അന്യര് വന്നു കഴിഞ്ഞാൽ അപ്പം തടുക്കും. മോള് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഒരു കൈക്കൂലി എന്താണെന്നറിയാവോ? കൈ കൊട്ടുന്നാണ്. കൈ വെട്ടുന്നൊന്നും അല്ല, ഞാനൊക്കെ പറഞ്ഞു തീർത്തേക്കാം. കൈക്കൂലി എന്ന് പറഞ്ഞ സമ്മാനം. ഒരു സമ്മാനം മോൾക്ക് തരുന്നു. ഓക്കെ, സന്തോഷാവോ? ശരി. ഒരു സ്വപ്നം കാണും പോലെ, പുതു സ്വർഗം ചേരും പോലെ. അപ്പൊ മേഘന മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ മോളുടെ പാട്ടിനും മോളുടെ എന്റർടൈൻമെന്റിനും എല്ലാത്തിനും കൂടി ചേർത്ത് തരുന്നു ആ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞു. തിരുവോന്ത്രങ്കാരൻ പിള്ള പറഞ്ഞു, എന്തിനാനകളപ്പി പൂവാമ്പറ ഒരു പൂക്കറ്റി കൂടെ. Congratulations, you are awarded a triple wow. Thank you. Wow. 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 Thank you. മേഘന കുട്ടി, അല്ല മേഘനക്കുട്ടി വേണ്ട, എനിക്കെന്നാ എന്നാ അങ്കിൾക്ക് കൊടുക്കട്ടെ. എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടല്ലോ. അപ്പൊ ബൈ ബൈ. എന്റെ അച്ഛൻ വഴക്കുറയുന്നു പറഞ്ഞു. അല്ലെങ്കിൽ തിന്നേനെയോ? അപ്പൊ അച്ഛനോട് നമുക്ക് പറഞ്ഞ സെറ്റ് ആക്കാം കേട്ടോ. കഴിച്ചോ, ഒന്നും പറയത്തില്ല. MG അങ്കിള് പറഞ്ഞോളൂ അല്ലേ? ഞാൻ ഏറ്റു, മോള് അങ്കിൾ ഏറ്റു, പിന്നല്ല. പിടിക്കാൻ പറ്റുന്നില്ല. അതാരെങ്കിലും പിടിച്ചു തരും. കൺമണിയേ പാട്ടുമോളുകില്ലേ, കൺമണിയേ കൺമണിയേ പാട്ടുമോളുകില്ലേ. ദീപോങ്കൽ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ഇന്നത്തെ ടോപ്പ് പെർഫോമർ ഓഫ് ദി ഡേ ശ്രീഹരി. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. ശ്രീഹരിക്ക് GRB നൽകുന്ന ഒരു സമ്മാനം. അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അതുഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പാട്ടുകളൊക്കെ കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ഒരു നല്ല എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.